അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഇപ്പോൾ നമ്മൾ നബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ലോക മുസ്ലിമീങ്ങളൊക്കെ വളരെയധികം സന്തോഷിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. മുമ്പൊക്കെ നബിദിനത്തെ എതിർത്തിരുന്ന പല ആളുകളും ഇപ്പോൾ മാറി ചിന്തിച്ച് നബിദിനാഘോഷം നല്ല വിപുലമായി തന്നെ നടത്തണം എന്ന ആശയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും നബിദിനാഘോഷം അനിസ്ലാമികമാണ് എന്ന് വാദിക്കുന്ന തുച്ഛം ചില ആളുകൾ നമ്മുടെ ഈ കേരളക്കരയിലുണ്ട് എന്നത് ഒരു കാര്യമാണ്. അത്തരം ആളുകളോട് ഉസ്താദിന് എന്താണ് പറയാനുള്ളത്? ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറില്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ മുമ്പ് കാലങ്ങളിൽ നബിദിനാഘോഷത്തോട് മുഖം തിരിഞ്ഞു നിന്ന ആളുകൾ പോലും ഈ അടുത്ത കാലത്തായി നബിദിനാഘോഷത്തെ അംഗീകരിക്കാനും അതിൽ ഭാഗികമായെങ്കിലും പങ്കെടുക്കാനുമൊക്കെ അവസരം കാണുന്നു എന്നത് സന്തോഷകരമാണ്. അതേസമയത്ത് ഇന്നും ചില ആളുകൾ അതിനെ എതിർക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചാൽ നബിദിനാഘോഷം എന്നത് ഒരു പ്രകൃതിപരമായ ഒരു വിഷയമാണ്. ആ ആഘോഷത്തെ തടഞ്ഞു നിർത്താനാവില്ല. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, നബിദിനാഘോഷം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആദരവിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വരുന്ന ഒരു പ്രക്രിയയാണ്. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വിഷയത്തെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ആഘോഷവും സന്തോഷവും ഒക്കെ മാറും. നമ്മളെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ നമ്മളെ വാപ്പയെ ആദരിക്കുന്നു, ഉമ്മയെ ആദരിക്കുന്നു. അതുപോലുള്ള വിഷയങ്ങളെ നമ്മളിങ്ങനെ വർഷത്തിലൊരിക്കൽ മരണപ്പെട്ടു പോയ ഉമ്മയാണെങ്കിൽ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ വാപ്പയാണെങ്കിൽ അവരുടെ മരണ സന്ദർഭം വരുമ്പം നമ്മളതിനെ ഓർമ്മിക്കും. നമ്മളൊരു നേതാവ്, ആ നേതാവിൻ്റെ ജന്മസമയം വരുമ്പോൾ സ്വാഭാവികമായി ഓർമ്മിക്കും. അതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ നേതൃത്വത്തെ ഓർമ്മിക്കുക സ്വാഭാവികമാണ്. ഇന്ന് ലോകത്താകെ നടക്കുന്ന പ്രക്രിയയാണ്, തടഞ്ഞു നിർത്താൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിൻ്റെ നേതാവാണ്. ലോകത്തെമ്പാടുമുള്ള പ്രവാചക സ്നേഹികൾ, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾ സദാ ഓർമ്മിക്കുന്നു, സദാ അനുസ്മരിക്കുന്നു, സദാ പ്രകീർത്തിക്കുന്നു. പ്രകീർത്തിക്കാത്ത ദിവസങ്ങളില്ല, ഓർമ്മിക്കാത്ത മണിക്കൂറുകളില്ല. നമ്മൾ ആരാധനകളിലും എല്ലാവരെയും ഒക്കെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പ്രവാചകൻ ലോകത്തിലേക്ക് പിറന്നു വീണ ദിവസം, മാസം, സമയമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും അതിൽ സന്തോഷം രൂപപ്പെട്ടു വരും. അതൊരാഘോഷമായി മാറും, ആനന്ദമായി മാറും. ആ ആനന്ദത്തിൻ്റെ വിവിധങ്ങളായ പ്രകടനങ്ങളാണ് ശരിക്കും നബിദിനാഘോഷമായി, മൗലിദായി അങ്ങനെ ലോകത്ത് രൂപപ്പെട്ടു വന്നത്. അത് പ്രകൃതി വരാൻ അതിനെ നമുക്ക് ആ സ്നേഹത്തെ അല്ലെങ്കിൽ ആ ആദരവിനെ അതൊരു ഒരു ശക്തി കൊണ്ടും ഒന്നുകൊണ്ടും തടഞ്ഞു നിർത്താൻ കഴിയില്ല. അതാണ് ലോകത്ത് ഇടക്കാലത്ത് നബിദിനാഘോഷത്തെ ചിലർ പുച്ഛിച്ചെങ്കിലും സമൂഹം തീരെ അതിനെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അവഗണിച്ചു. ലോകത്ത് ഓരോ വർഷവും പ്രവാചക പ്രേമികൾ, പ്രവാചക സ്നേഹികൾ വളരെ അപൂർവൊരു ശക്തിയായി നബിദിനം ആഘോഷിക്കുന്നു, അതിൽ ആനന്ദിക്കുന്നു, അതിൻ്റെ പേരിൽ വിവിധങ്ങളായ നന്മകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ആരെങ്കിലും അകന്നു നിൽക്കുന്നുവെങ്കിൽ അവർ പോലും അടുത്ത നിമിഷം അതിനോട് ഇണങ്ങും, അതിലേക്ക് വരും എന്ന് തന്നെയാണ്. പ്രകൃതിയ അത്തരത്തിലുള്ള കാര്യങ്ങളെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും ഒന്നിനും സാധ്യമല്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതാനുഭവം. ഓക്കെ, അപ്പോൾ ഉസ്താദ് പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ ഈ നബിദിനം എന്ന് പറയുന്നത്, ഈ ആഘോഷം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ മനസ്സിൽ തനിയെ ഉണ്ടാകുന്ന ഒരു തരം സ്നേഹം, ഒരു പ്രകൃതിപരമാണ്, ഒരാൾ ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ ഈമാനുള്ള നബിതങ്ങളോട് സ്നേഹമുള്ള ഒരാൾ സ്വാഭാവികമായും അയാൾ ചെയ്തു പോകുന്ന നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇൻഫ്യാലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നതാണ് പറയുന്നത്. വേണമെങ്കിൽ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ഒന്നുകൂടി, പ്രമാണത്തിൽ നിന്നുള്ളൊരു ഉദാഹരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്നു മദീനയിലേക്ക്. മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് അവിടെയുള്ള ആബാലവൃദ്ധം ജനങ്ങളും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദിവസങ്ങളോളം കാത്തു നിന്നു. സഹീഹുൽ ബുഖാരിയിലൊക്കെയുള്ള സംഭവമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ അവരോട് പറഞ്ഞതല്ല നിങ്ങൾ കാത്തു നിൽക്കണം. പക്ഷെ അവർക്ക് അവരുടെ ആ സ്നേഹത്തിന്റെ ആദരവിന്റെ ആ ഒരു മനസ്സിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പ്രതിഭാസമാണ്. പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ല, ഇസ്ലാമിക പ്രമാണങ്ങളും ഒക്കെ അറിയുന്ന സഹാബത്താണല്ലോ, അൻസാറുകളാണല്ലോ. അപ്പോൾ അവർക്ക് പ്രമാണങ്ങളിൽ നിന്നും അതേപോലെ മറ്റു സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അവർക്കറിയാം അങ്ങനെ ആവേശം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റോ അല്ലെങ്കിൽ ഒന്നുമില്ല, അതൊരു പുണ്യകരമാണ്. അങ്ങനെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയപ്പം അവർ അവരുടെ പരമ്പരാഗത ആ സ്നേഹപ്രകടനങ്ങൾ, ആദരവ് പ്രകടനങ്ങൾ നടത്തി എന്ന് അവർ കവിത ചൊല്ലി സ്വീകരിച്ചു എന്ന് സഹീഹുൽ ബുഖാരി ഉൾപ്പെടെയുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അത് നേരത്തെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു വിഷയമല്ല, അത് സ്വമേധയാ സ്വാഭാവികമായി തീരുന്ന വികാരങ്ങളാണ്. ആ വികാരങ്ങളുടെ ഭാഗമായി തന്നെയാണ് ലോകത്തെമ്പാടും നബിദിനാഘോഷവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ സൽക്കർമ്മങ്ങളും. നമ്മൾ അടിവരയിടേണ്ട ഒരു ഭാഗമാണ് സൽക്കർമ്മങ്ങൾ. ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച, ഇസ്ലാം പഠിപ്പിച്ച നല്ല കാര്യങ്ങൾ. അല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരിക്കലും ശരിയല്ലല്ലോ, അത് മറ്റൊരു വിഷയമാണ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ ആദരവും സന്തോഷവും പ്രകടിപ്പിച്ചുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അതിൽ നിന്ന് ഒരു മുഅ്മിനും ഈമാനുള്ള ഒരു മനുഷ്യനും വിട്ടു നിൽക്കുക സാധ്യമല്ല. പ്രമാണങ്ങളിലേക്ക് വേണമെങ്കിൽ നമുക്ക് കടക്കാം. ഏതായിരുന്നാലും ഈ ഒരു ചോദ്യത്തിന്റെ പ്രതികരണം ഞാനിവിടെ അവസാനിപ്പിക്കുക. അതെ, വളരെ നല്ല സന്തോഷകരമായ മറുപടിയാണ്. കാരണം ഉസ്താദ് പറഞ്ഞ ത്വലഅൽ ബദ്ർ ചൊല്ലി സ്വഹാബത്ത് വരവേറ്റ ആ സംഭവം വളരെ പ്രസക്തമാണ്. കാരണം ഒരു സലഫി ചിന്താഗതിക്കാരന് വേണമെങ്കിൽ ചോദിക്കാം, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് വേണമെങ്കിൽ ആ ചിന്ത സ്വഹാബത്തിനോടും വേണമെങ്കിൽ ചോദിക്കാവുന്നേ ഉള്ളൂ. ആ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഈ ചോദ്യങ്ങൾ. നബിദിനാഘോഷത്തെ വിമർശിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ അവരുടെ ആ തത്വത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ജീവിക്കാൻ തന്നെ കഴിയില്ല. അവർ ഇത്തരത്തിലുള്ള എല്ലാ ആഘോഷ സന്തോഷ പ്രക്രിയകളെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആ അടിസ്ഥാനം അവർ ഉൾക്കൊള്ളുകയാണെങ്കിൽ വാസ്തവത്തിൽ അത് പ്രായോഗികമായ അടിസ്ഥാനമല്ല, പ്രകൃതി വിരുദ്ധാണ്, മനുഷ്യത്വ വിരുദ്ധാണ്, ലോകക്രമത്തിന് വിരുദ്ധാണ്, എല്ലാറ്റിനും വിരുദ്ധാണ് നബിദിനാഘോഷത്തെ ചോദ്യം ചെയ്യുന്ന ആ സമീപനം.